എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ആഗ്രഹമുണ്ട് ഇത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവര് പറയുന്നത് നിനക്ക് ഫണ്ട് തരാൻ നീ ചെയ്തോ, എന്നിട്ട് അതിന്റെ പെർസെന്റേജ് ഇത്ര തന്നാൽ മതി. അത് നടക്കില്ല. പക്ഷെ അവിടെ ഭയങ്കര ഫീസാ, നമ്മളെ കൊണ്ട് സ്റ്റുഡന്റ് രീതിയിൽ തീരെ താങ്ങൂല. അതിന് ശേഷമാണ് ഞാൻ ശരിക്കും അറിയുന്നത് പേഴ്സണൽ ഫൈനാൻസ് മെയിൻ ആയിട്ടൊരു ഫോക്കസ് ഏരിയയാണ്. ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു 10 രൂപയാണ് പോലും കിട്ടുന്നത്. അത് എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര സേവ് ചെയ്യണം, എത്ര എക്സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. ശരിക്കും ഇത്രയും വർഷത്തെ നമ്മള് സിലബസ് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ചു വെച്ചിട്ട് ഇതൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സിലബസിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളില്ല. റിട്ടയർമെന്റ് പ്ലാനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി വേഗം ഒന്ന് സ്റ്റേബിൾ ആവണം, ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് ആയിരുന്നു. അഭിനവ്, വെൽക്കം. അഭിനവ്, ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ പേര് അഭിനവ്, ഞാൻ കണ്ണൂർ നിന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പം കോഴിക്കോട് ബാങ്കിന്റെ കോച്ചിങ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിനവിന്റെ കംപ്ലീറ്റ് ആ ഒരു എഡ്യൂക്കേഷൻ ജേണി ഒക്കെ ഭയങ്കര കോണ്ടാക്ട് പറഞ്ഞാല് ഇപ്പം ഡിഗ്രി നാട്ടിലാണ് പഠിച്ചത്. ഫിസിക്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് നാൾ ബാങ്കിന്റെ കോച്ചിങ് ചെയ്തു. ഒരു 10 months ചെയ്തു. എന്നിട്ടത് ഡ്രോപ്പ് ചെയ്തില്ല. ഡ്രോപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞാല് അത് കഴിഞ്ഞിട്ട് ഒരു TTC DLED കോഴ്സ് എറണാകുളത്ത് ചെയ്തു 2 വർഷത്തോളം. ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണമെന്ന രീതിയിൽ ചെയ്തതാണ്. അത് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞൊരു ചെറിയൊരു 3 months ആയി. അതൊരു ഗ്യാപ്പല്ല, ഒരു ഫ്രീ ടൈം വന്നപ്പോൾ മറ്റേ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ ബാങ്കിന്റെ കോച്ചിങ് പിന്നെ ചെയ്യും. പിന്നെ ഇപ്പോ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കും. ശരി. അപ്പോൾ അഭിനവ് ഇപ്പൊ പെർ ക്യാപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഏത് മാസമായിരുന്നു? ഓഗസ്റ്റ്. ശരി. അപ്പൊ അത് എങ്ങനെ, അതായത് ലൈക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ജോയിൻ ചെയ്താണോ, അല്ലെങ്കിൽ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ? ശരി. അപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു സ്റ്റുഡൻ്റ് ആണ്. ശരി. അപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ എത്ര വർഷങ്ങളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം പറയുകയാണെങ്കിൽ 3 വർഷമായി. അപ്പോൾ എന്തുകൊണ്ടാണ് പെർ ക്യാപ്പിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്നത്? എവിടെ നിന്നായി ഒരു പോയിന്റില്ല? ഞാൻ ശരിക്കും, എനിക്ക് ആദ്യം ആഗ്രഹമുണ്ട്, ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ശരി. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി, നമ്മളെ കൊണ്ട് പറ്റുമോ നോക്കി. അവർ കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞിരുന്നുണ്ട്. ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. അവർ കൂടുതൽ ഇൻട്രാഡേ ആ ഒരു സംഭവം പറയുന്നത്. അങ്ങനെ നോക്കി കുറേ പഠിച്ചു, കുറേ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് നോക്കി. അത് ഇൻട്രാഡേ ആണ്, ട്രേഡ് ചെയ്ത് നോക്കി ആദ്യമൊക്കെ. ആ സമയത്ത് ഞാൻ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്റേൺഷിപ്പും കാര്യമൊക്കെ. അപ്പോൾ 9:30 ക്ലാസ്സിൽ കയറാൻ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേ നമുക്ക് അത് നടക്കൂല, ഫുൾ ടൈം നോക്കിയിരിക്കണ്ടേ. അങ്ങനെയൊക്കെ നോക്കി ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു അക്കാഡമി ചേരണം, എന്നാലും ഇതിനൊരു മെന്റർഷിപ്പ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ട് പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചു, കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷെ അവിടെ ഭയങ്കര ഫീസാ, നമ്മളെ കൊണ്ട് സ്റ്റുഡന്റ് രീതിയിൽ തീരെ താങ്ങൂല. ഭയങ്കര ഫീസാ. അന്വേഷിച്ച് ലാസ്റ്റ് പെർ ക്യാപ്പിന്റെ ഇത് കണ്ടു. അതിലെനിക്ക് അട്രാക്റ്റ് ആയി തോന്നിയത് ഒരു 1 week മെന്റർഷിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്ത രീതിയിൽ ഒരു ഇത് കണ്ടു. ആ സമയത്ത് തന്നെ സുനൈദ് വിളിച്ചായിരുന്നു. സുനൈദ് വിളിച്ചാൽ കുറെ ചോദിച്ചു, എങ്ങനെയാണ്, ചെയ്യുന്നുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഇൻട്രാഡേ ആണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് അത് ഭയങ്കര റിസ്ക് ആണ്. കുറെ കാര്യം പറഞ്ഞു തന്നു. ഇങ്ങനെയാണ് നമ്മളൊരു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരാഴ്ചത്തുണ്ട്, ചെയ്ത് നോക്ക്, ഓക്കെ ആണെങ്കിൽ ചെയ്താൽ മതി രീതിയിൽ. പിന്നെ ഫീസും വലിയ ഫീസ് ഉണ്ടായില്ല, നമ്മളെ കൊണ്ട് താങ്ങുന്ന ഒരു ഫീസാണ്. എടുത്ത് നോക്കാൻ രീതിയിൽ ജസ്റ്റ് ഒരു എടുത്ത് നോക്കി. ശരി. ഞാനിപ്പോൾ അഭിനവ് ഇൻട്രാഡേ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു സ്റ്റുഡൻറ്റോ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റുഡൻ്റ് എങ്ങനെയാണോ ഒരു ദിവസം ബിസി ആയിട്ടിരിക്കണം, അതേപോലെ തന്നെ ആയിരിക്കും നാളെ അഭിനവ് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചാലും സെയിം അല്ലേ, ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. ആ ഒരു സെയിം സമയത്ത് തന്നെയാണ് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് അഭിനവിന് ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് ഈ പറയുന്ന ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിനോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷനിലോ ആപ്റ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? ടൈമാണ്. ഇൻട്രാഡേ ആകുമ്പോൾ ഭയങ്കര നോക്കി ഇരിക്കണം. ശരിക്കും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ശരി. ഇത്രയും ടൈം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ നോക്കിയിരിക്കാൻ പറ്റൂല. ശരി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രാഡേ ചെയ്യാറില്ല. നമ്മുടെ ഹോൾ കമ്മ്യൂണിറ്റി സ്വിംഗ് ആണ് എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള ജനറേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അഭിനവിന് അത് ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അത് പെർഫെക്റ്റ്ലി ഓക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ശരി. അപ്പോൾ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് അഭിനവിന് എങ്ങനെയാണ്? പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അമ്മ നല്ല സപ്പോർട്ടാണ്. ശരി. അച്ഛന് ശരിക്ക് അറിയില്ല,
ചെയ്യുന്നുണ്ട്, അങ്ങനെ അറിയില്ല. ഇപ്പോൾ നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷെ പെർ ക്യാപില് ട്രേഡിങ്ങിന് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലും കടന്നു പോകുന്നതും. ലൈക്ക് സെഷൻസ് ആണെങ്കിലും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എവറിഥിങ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു ബാങ്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഭിനവ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അഭിനവിനൊരു ഇൻകം വരും, ജോലിയിലൂടെ ഒരു ഇൻകം വരും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇൻകത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഒരു ഇൻഡിവിജ്വൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ട്രേഡിങ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു ടൂള്. അതിലേറെ ഉപരി അതേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണിത്. അപ്പോൾ അതിൽ പെർ ക്യാപിറ്റൽ വന്നതിന് ശേഷവും മുൻപും അഭിനവിനുണ്ടായ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് എങ്ങനെ ആയിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പെർ ക്യാപിറ്റൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് പേഴ്സണൽ ഫൈനാൻസ് കൂടി ഇതിൻ്റെ കൂടി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മെയിനായിട്ട് ട്രേഡിങ് പഠിക്കുന്ന രീതിയിലാണ് ഇതിലേക്ക് വന്നത്. വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും അറിയുന്നത് പേഴ്സണൽ ഫൈനാൻസ് മെയിനായിട്ടൊരു ഫോക്കസ് ഏരിയയാണ്. ശരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു 10 രൂപയാണ് പോലും കിട്ടുന്നത്. അത് എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര സേവ് ചെയ്യണം, എത്ര എക്സ്പെൻഡ് ചെയ്യണം എന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന സാലറി ഒക്കെ വെറുതെ നമ്മൾ ചിലവാക്കി പോകും. മുന്നേ ഞാൻ അങ്ങനെയായിരുന്നു, കിട്ടുന്ന പൈസയൊക്കെ ചിലപ്പോൾ ഒരു കണക്കില്ല. ചിലപ്പോൾ ഓരോ മാസം കുറച്ച് കയ്യിലുണ്ടാവും, ഓരോ മാസം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിന് ശേഷം ഇപ്പം അറിയാം ഇപ്പോൾ ഒരു 10 രൂപ കിട്ടിയാലും അതിൽ എത്ര നമ്മൾ സേവ് ചെയ്യണം, എത്ര നമ്മൾ ചിലവാക്കുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, ധാരണയുണ്ട് അല്ലേ. ശരി, അപ്പം ഞാനോടൊരു കാര്യം ചോദിക്കോട്ടെ. അപ്പം നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 96% ലിറ്ററസി റേറ്റ്. അതേസമയം നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് 24%. വലിയൊരു ഡിഫറൻസ് അത് തമ്മിലുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അഭിനവിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിനവ് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അപ്പോൾ ഗ്രാജുവേറ്റ് ആണ്, അത് കഴിഞ്ഞിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വല് ഇത്രയും വർഷങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ ഈ പറയുന്ന ഈ ഒരു ഇത്രയും കാലം പഠിച്ചിട്ട് കിട്ടുന്ന ഒരു ഇൻകത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും? ഈ ഒരു പോയിന്റിൽ ഇപ്പം ഈ രണ്ടും അഭിനവിൻ്റെ കയ്യിലുണ്ട്. അതായത് വിദ്യാഭ്യാസം ഉണ്ട്, ആൻഡ് അഗെയിൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പറാണ്. അപ്പോൾ ഇപ്പോൾ അഭിനവിൻ്റെ കയ്യിലൊരു 10 രൂപ വന്നാൽ അതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം എന്നറിയാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ ഭൂരിഭാഗം ആളുകൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചിന്തിക്കാറില്ല. ജോലി, അതിൽ വരുമാനം കിട്ടണം, അത് മുന്നോട്ട് പോകണം, അത് മാത്രമേ ഉള്ളൂ. അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ആരും ചിന്തിക്കാറില്ല. ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ അഭിനവിന് എന്താണ് തോന്നണത്? ഒരു ഇൻഡിവിജ്വല് യഥാർത്ഥത്തിൽ പഠിക്കേണ്ട, അതായത് മാൻഡറ്ററി ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങനെ ഉള്ള ആളുകളോട് പറയാനുള്ളത് അഭിനവിനെ സ്വയം തോന്നുന്നതും? ശരിക്കും ഇത്രയും വർഷത്തെ സിലബസ് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ചു വെച്ചിട്ട് ഇതൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. സിലബസിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളില്ല. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, ഇതെങ്ങനെ നമ്മൾ ഇത് മാനേജ് ചെയ്യണം ഒരു കാര്യമേ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ചില ചെറുപ്പത്തിലൊക്കെയാണ് നമുക്കിപ്പോൾ ആരെങ്കിലും അച്ഛനമ്മയ്ക്ക് ഒരു 10 രൂപ തന്നാലും നമ്മൾ ചിലപ്പോൾ ഒരു 2000 ഇട്ട് സേവ് ചെയ്യും. അതല്ലാതെ നമുക്ക് ഒരു ഐഡിയ ഇല്ല. അത് മാത്രമേ നമുക്ക് അറിയൂ, വേറെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരിക്കും അങ്ങനെയല്ല. നമുക്കൊരു പൈസ കിട്ടിയാലും നമുക്ക് എത്ര ചിലവാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് വേണം. നമ്മൾ ഫുള്ള് ചിലവാക്കി വെറുതെ പൈസ കിട്ടുന്നു പോകുന്നു ആ ഒരു രീതിയായിരിക്കും. ശരിക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട, ശരിക്കും ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. ഫണ്ടമെന്റലി എന്തായാലും അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടുന്ന് അഭിനവിന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ? പെർ ക്യാപ്പ് നമ്മുടെ സെഷൻസിലാണെങ്കിലും അത് കഴിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നപ്പോഴാണെങ്കിലും അഭിനവിന് അത് എത്രത്തോളം യൂസ്ഫുള്ളായി, ഏത് രീതിയിൽ യൂസ്ഫുള്ളായി, ആസ് ഓഫ് നൗ എന്താണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഹോൾ എക്സ്പീരിയൻസ്, ആ ഒരു ജേർണി? വെറുതെ ഒരു കോഴ്സ് എന്ന രീതിയിൽ പഠിച്ച് കുറെ ആൾക്കാരെ പഠിപ്പിച്ച് ഇറക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അല്ല ശരിക്കും വർക്ക് ആയിപ്പ് എനിക്ക് കിട്ടിയത്. അവര് നമ്മളെ കൃത്യമായിട്ട് മെന്റർഷിപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ആദ്യം തന്നെ ട്രേഡിങ്ങിന്റെ രീതിയിലാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞത് നമ്മളെ കൊണ്ടത് അസൈൻമെന്റ്സ് ചെയ്യിച്ച് എന്തേലും പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിൽ ട്രെയിനർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരും. ഓരോ ആൾക്കാരുടെയും കറക്റ്റ് നോക്കി നമുക്ക് പറഞ്ഞുതരും. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുതരും. എൻ്റെ മാത്രമല്ല ആരുടെ ആണെങ്കിലും ഓരോ ആൾക്കാർ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നാമത് അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെയിലി നമുക്ക് PMS സെക്ഷൻസ് ഉണ്ട്. അതൊന്നും എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രയും എഫേർട്ട് ആരും ഇടുന്ന എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഇവർക്ക് വേണമെങ്കിൽ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൽ ഫോക്കസ് ചെയ്യാൻ, ബാക്കിയുള്ളവർ നോക്കണമെന്നില്ല. പിന്നെ ലൈഫ് ടൈം ഇത് കിട്ടുന്നുണ്ട് നമുക്ക്, കമ്മ്യൂണിറ്റിയിൽ ആക്സസ് കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ലതായിട്ട് തോന്നി. അതെ,
പിന്നെ അഭിനവ് ഏത് ബാച്ചായിരുന്നു ഞാൻ മറന്നുപോയി. ആഗസ്റ്റ് ബാച്ച്. അപ്പോൾ ആഗസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫെബ്രുവരി കഴിയാറായി. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് അഭിനവിന് സെഷൻസ് കിട്ടുന്നുണ്ട് അല്ലേ? എല്ലാ വീക്കെൻഡ് സെക്ഷൻസ് ഉണ്ട്. ഒന്നാമത് അതാണ്, വീക്കെൻഡ് നമുക്ക് വെറുതെ ഒരു സെക്ഷൻ അല്ല, ഫൈനാൻസിൽ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ നല്ല സെക്ഷൻസ് ഉണ്ട്. അതെ, അതായത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ETF എന്താണെങ്കിലും ആഴ്ചയിൽ ഒരു സെക്ഷൻ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും അത് പലരും ലൈഫ് ടൈം എന്ന് പറയുന്നൊരു മെമ്പർഷിപ്പ് കൊടുക്കും. പക്ഷേ നമ്മുടെ ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അഭിനവിന് ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനാൻസ് റിലേറ്റഡ്. ലൈഫ് ടൈം ഇതിന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈഫ് ടൈം ഈ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലേ? ഈ ട്രേഡിങ്ങിനെ കുറിച്ച് യൂട്യൂബിൽ നിന്ന് പഠിച്ചു എന്നല്ലേ പറഞ്ഞത്? അതൊക്കെ കുറച്ച്. അപ്പോൾ അവിടുന്ന് ഇപ്പം ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീമുണ്ട്. ഇപ്പോൾ ട്രേഡിങ്ങിലാണെങ്കിൽ ഈവൻ വാട്ടവർ, ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് എവരിതിങ്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീമുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഈ ഒറ്റക്കൊരാൾ ഇത് പഠിക്കാൻ ഇറങ്ങുന്നതും ഇങ്ങനെ ഒരു ടീമായിട്ട് അവരുടെ ഇടയിലേക്ക് കുറേ നമ്മളെക്കാട്ടിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളുകളുണ്ടാവും. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അത് എത്രത്തോളം അഭിനവനെ സഹായിച്ചിട്ടുണ്ട്? ഒറ്റക്കാകുമ്പോൾ നമ്മുടെ തെറ്റുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഒന്നാമത് മനസ്സിലാവും. പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷണലി ഭയങ്കര പ്രശ്നമാണ്. ഒറ്റക്കാകുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഗ്രീഡി ആവും. നമുക്ക് എത്ര പെർസെൻറ്റേജ് ഇത് കയറണമെന്നോ എത്ര ടാർഗറ്റ് എവിടെ വെക്കണം എന്നൊന്നും അറിയില്ല. ആ സമയത്ത് ഒരാൾക്കാർ പറഞ്ഞുതരാം ഇത്ര പെർസെൻറ്റേജ് ടാർഗറ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇമോഷണലി കൺട്രോൾ മെയിൻ ആയിട്ട് നാം ഇപ്പം അഥവാ ഡോസിലേക്ക് പോയാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ തകർന്നു പോകും. മെയിനായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടതാണ്. മെന്റർഷിപ്പ് മെയിനായിട്ട് ഒരു ഘടകമാണ്. ആണല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ, ഒരു മോനുള്ളൂ. ശരി. എന്താണ് പാരൻസിന്റെ ഡ്രീം, അഭിനയം എന്താവണമെന്നാ? അങ്ങനെ അച്ഛനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഓക്കെ. അച്ഛൻ്റെ ആഗ്രഹം ആ ഒരു പാതയിൽ തന്നെ പോകണമെന്നാണ്. ശരി. അപ്പോൾ റിട്ടയർഡ് ടീച്ചറാണ്. ഏതായിരുന്നു സബ്ജക്റ്റ്? UP. ശരി. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. അതായത് നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചത് ഏറ്റവും ബേസിക്കലി വീട്ടിൽ നിന്നാണ്, അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ഒരു ടീച്ചറാണ് അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു ഫൈനാൻസ് മാനേജ്മെൻറ്റ് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ചെറുപ്പം മുതൽ? സേവിങ്സ് ഇങ്ങനെ പോക്കറ്റ് മണി തരുന്ന കാര്യങ്ങളല്ലാതെ അതിപ്പോ ഞാൻ ചെലവാക്കാറില്ല. പൊതുവെ ചെലവാക്കുമായിരിക്കും, പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ഫോണൊക്കെ വാങ്ങുന്ന ടൈമിലായാലും അവരെ ചെറിയ പൈസ വാങ്ങും, എൻ്റെ കയ്യിൽ നിന്ന് എടുക്കും. ആ ഒരു മെന്റാലിറ്റി ആദ്യമേ ഉണ്ട്. സപ്പോർട്ട് ഇല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഒരു 100 രൂപ കിട്ടിയാല് ആ 100 രൂപ എടുത്തു വെക്കാൻ പാടില്ല. അതില് നമുക്ക് ചെലവാക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ ചെലവാക്കിയിരിക്കണം. കാരണം ഒരിക്കലും പിശുക്കി ജീവിക്കാൻ പാടില്ല, ഓവർ സ്പെൻഡായിട്ട് ജീവിക്കാൻ പാടില്ല. ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കണം. എൻഡ് ഓഫ് ദ ഡേ അതിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് മാറ്റി വെക്കാനും കിട്ടണം. ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ശരിക്കും പറഞ്ഞാൽ കേരളം പ്രത്യേകിച്ച് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വളർന്നു വന്ന സാഹചര്യം എനിക്ക് അറിയുന്നതാണ്. അതേ കേരളത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ച് വളർന്നത്. എൻ്റെ പാരൻസിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഞാൻ പഠിച്ചിട്ടില്ല സത്യം. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ നമ്മൾ ഒരു കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ബേസിക്കലി, അല്ലേ? അപ്പോൾ നാളെ അഭിനവ് ഒരു പാരൻ്റ് ആവുന്ന സമയത്ത് അഭിനവിൻ്റെ കുട്ടിക്ക് തീർച്ചയായിട്ടും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അഭിനവിന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ മുതിരുമോ? തീർച്ചയായിട്ടും. അപ്പം അതിൽ ഇപ്പോൾ ഈ പ്രഖ്യാപിക്കുന്ന നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് നെക്സ്റ്റ് ഒരു ജനറേഷന് പകർന്നു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തത് കൊണ്ട് ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ, അതായത് ആ ഒരു ചിന്താഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? അതായത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്ന് തന്നെ അല്ലേ ഇത്, അല്ലേ? അപ്പോൾ ഇനി അഭിനവിന് മുന്നോട്ട് ഇപ്പോൾ അഭിനവിനെ അറിയുന്ന ആളുകളുണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, ചെറിയ കുട്ടികളെ, ഇവരെ
ഇവരുടെ കയ്യിൽ പൈസ കൊടുക്കുന്ന, അതായത് ഇപ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പോക്കറ്റ് മണി ആയിട്ടോ അഭിനവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോക്കറ്റ് മണി ആയിട്ട് പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ കൊടുക്കും. ഞാൻ കൊടുത്ത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിട്ടുക അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി, തരാം എന്നും പറഞ്ഞ് മാറ്റി വാങ്ങി വെക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടീനെ അതിൻ്റെ ചെറുപ്പം മുതലേ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു സ്കില്ലല്ലേ അല്ലേ? അപ്പം അഭിനവിന് ആ ഒരു രീതിയിൽ, അതായത് ഇപ്പോഴും ആ ഒരു പഴയ ചിന്താഗതികൾ കൊണ്ടൊക്കെ ഇരിക്കുന്ന പാരൻസിനോടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ആളുകളോടോ അഭിനവിന് എന്താ പറയാനുള്ളത്? ശരിക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സ്റ്റുഡൻസ് നമ്മളെ കുട്ടികൾക്ക് അവരുടെ ചിലവുകൾ കുറേ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവരുടെ ഒരു എമൗണ്ട് കൊടുക്കുക, 100, 200 എത്ര വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാ നിങ്ങൾ ഇത് നോക്കിയിട്ട് ചിലവാക്കുക. അവർക്ക് കൂടുതൽ ആദ്യമേ ചിലവാക്കുന്നുണ്ടെങ്കിൽ അവർ അന്നത്തെ ഇത് കഴിഞ്ഞു. അപ്പൊ അവർ തന്നെ മനസ്സിലാക്കിയിട്ട് കൺട്രോൾ ചെയ്ത് ചിലവാക്കും. ആവശ്യമുള്ള സാധനം അത് ചിലവാക്കും. അല്ലാതെ നമ്മൾ ചിലവാക്കുന്നതാണെങ്കിൽ, പേരൻസ് ചിലവാക്കുന്നതാണെങ്കിൽ അവർ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് അതിന്റെ വാല്യൂ അറിയില്ല. ആദ്യമേ അല്ലാതെ അവർക്കൊരു കയ്യിൽ പൈസ കൊടുത്ത് ചെയ്യുന്നതാണെങ്കിൽ നോക്കി 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 ചെയ്തോളൂ. പിന്നെ എങ്ങനെ പോകുന്നു ഇപ്പോൾ സ്റ്റഡീസൊക്കെ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ 1 മാസമായി എന്ന് പറഞ്ഞല്ലേ ജോയിൻ ചെയ്തിട്ട്? എങ്ങനെയുണ്ട്? എക്സാം ഇനി എന്നാ വരുന്നത്? എക്സാം 28 ഒരു എക്സാം വരുന്നുണ്ട്, SBI ഒരു എക്സാം വരുന്നുണ്ട്. ഇപ്പോൾ അഭിനവ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിനവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, അഭിനവിൻ്റെ കൂടെ ഇരിക്കുന്ന സ്റ്റുഡൻസ്, ഇവരിൽ എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു മണി മൈൻഡ് സെറ്റ് ഉണ്ട്? അല്ലെങ്കിൽ എൻ്റെ അറിവില് ആർക്കും ഇല്ല. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കുറെ പ്ലാനുകൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? ശരി. ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നാളെ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത്, ഒരു ഇൻകം വരുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു ബേസിക് പ്ലാൻ? അതില് ചില പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. കുറച്ച് നമ്മൾ പാസീവ് ആയിട്ട് ഒരു ഇൻകം വേണമല്ലോ ട്രേഡിംഗിലേക്ക്. അതെ. അപ്പോൾ റിട്ടയർമെന്റ് പ്ലാനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി. ഏത് വയസ്സിലാണ് റിട്ടയർ ചെയ്യാനുള്ള പ്ലാൻ? ഒരു 50 അറൗണ്ട്. അതായത് ഗവൺമെന്റ് ജോബ് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 50-55 ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലൈക്ക് നമ്മുടെ റിട്ടയർമെന്റ് സെഷൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ എത്ര കോർപ്പസ് എമൗണ്ട് ആണ് റിട്ടയർമെന്റിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്? എനിക്ക് നമ്മുടെ ടൂൾ യൂസ് ചെയ്തിട്ട് ഫയർ അല്ലേ ടൂൾ, അവർ 3 crore എന്തോ ശരിക്കും വേണ്ടി, ഇൻഫ്ലേഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ 3 crore എന്തോ ശരിക്കും വേണ്ടി വരും. 50-50 വയസ്സിൽ 3 crore. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ഏത് ലൈക്ക് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്? മിഡ് ക്യാപ്പിലാണ്. അതായത് എത്ര വർഷത്തിനാണത്? അതൊരു 20 years. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്ലാൻ ഉള്ളത്. ഇനിയിപ്പോൾ ഒരു സ്റ്റേബിൾ ഇൻകം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെ കാറ്റഗറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുകൾ അങ്ങനെ? അതായത് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിന് പുറമെ വേറെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതില് നിലവിൽ ഞാൻ കുറച്ച് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിക്ക് ചെയ്യുന്നുണ്ട് ETF ഒക്കെ. പക്ഷെ അത് വലിയൊരു ക്യാപിറ്റൽ ഇല്ല അതില്. ഒരു ഇൻകം കിട്ടുന്ന രീതിക്ക് കുറച്ചുകൂടി ETFസിലും പിന്നെ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ചെയ്യണമെന്നുണ്ട്. പിന്നെ റേറ്റ്സിൽ ചെയ്യണമെന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ നല്ല പൊട്ടൻഷ്യലി ഓക്കെ സ്റ്റോക്ക് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യലി അണ്ടർവൈഡ് സ്റ്റോക്ക് കണ്ടെത്തിയിട്ട് ചെയ്യണ്ടേ, അത് കണ്ടെത്തിയിട്ട് ചെയ്യണമെന്നുണ്ട്. കുറച്ചും കൂടി നിലവിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഇത് എക്സ്പെൻഡ് ചെയ്യണം. ഒരു ഇൻകം വരാത്തതിന്റെ പ്രശ്നമാണ്. അതെല്ലാം കയ്യിൽ സെറ്റാണ്. പൈസ ഒരു സ്റ്റേബിൾ ഇൻകം വന്നാൽ മതി. ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് കേട്ടോ അത്. കാരണം ആളുകൾ എങ്ങനെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യത്തെ അവരുടെ എയിം എന്ന് പറയുന്ന ഒരു ഇൻകം വരിക എന്നുള്ളതാണ്. ആ ഇൻകം വന്ന് കുറേ കാലം അവർ ആസ്വദിച്ച് ജീവിച്ചൊരു പോയിന്റ് എത്തുന്ന സമയത്താണ് കയ്യിലേക്ക് നോക്കുക, കയ്യിലൊന്നും ഉണ്ടാവില്ല. ആ ഒരു സമയത്താണ് ചിന്ത വരിക, ഇങ്ങനല്ല ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പണത്തിനെ വളർത്തണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഭൂരിഭാഗം ആളുകൾ, എല്ലാവരും പറയുന്നില്ല, ഭൂരിഭാഗം ആൾ. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ അഭിനവിന് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ ഒരു അഭിനവിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ശരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ
ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവാനോ അത് ഇൻഡിപെൻഡൻ്റ് ആവുന്ന രീതിയിൽ ചിന്തിക്കണം. ആദ്യം അതിനു വേണ്ടി ചെറിയ ചെറിയ സ്റ്റെപ്സ് നമ്മൾ ആദ്യം എടുത്ത് തുടങ്ങണം. ചെറുപ്പത്തിലേ ശരിക്കും തുടങ്ങണം. ഈ വയസ്സായിട്ട് തുടങ്ങിയിട്ട് ശരി കാര്യമില്ല. എത്രയും ഏർലി നമ്മൾ ചെയ്യുന്നോ അതാണ് ഏറ്റവും ബെസ്റ്റ്. കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ട് റിഗ്രറ്റ് അടിച്ച് തരില്ല. അപ്പോൾ ഏറ്റവും ഏർലി ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. പൈസ മാനേജ് ചെയ്യുക, കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ ശരി. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഈ ഒരു ജനറേഷൻ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അഭിനവിൻ്റെ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മുടെ പൈസയും കൂടി ഡിജിറ്റലായതോടുകൂടി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ എത്ര പൈസ കിട്ടിയാലും എൻഡ് ഓഫ് ദ മന്ത് വരുന്ന സമയത്തേക്ക് 0 ബാലൻസിലേക്ക് പോയി ഈവൻ കടം വാങ്ങുന്ന ആളുകൾ മൈനസിലേക്ക് വരെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ശരിക്ക് ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കേണ്ട അത്യാവശ്യം ഒരു മാസത്തേക്ക്. ആ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് അതിലൊതുങ്ങുന്ന രീതിയിൽ ശരിക്കും ജീവിക്കണം. നമ്മൾ ഈ ചിലവാക്കുക ഇപ്പം ഡിജിറ്റലി ആയതുകൊണ്ട് തന്നെ ഒരു കണക്കില്ല ശരിക്കും പറഞ്ഞാല്. ഓരോ സ്ഥലത്ത് പോകുന്നു, സ്കാൻ ചെയ്യുന്നു, കൊടുക്കുന്നു. പണ്ടൊക്കെയാണ് ഫിസിക്കലി ആണെങ്കിൽ നമുക്ക് കയ്യിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. എനിക്കൊന്നും അറിയില്ല. നമ്മളുടെ പൈസ തീരുമ്പോൾ മാത്രമേ നമ്മൾ നോക്കുന്നില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ബഡ്ജറ്റ് സെറ്റ് ആക്കുക. അല്ലെങ്കിൽ വാലറ്റ് നമ്മൾ എഴുതി വെക്കുക, കുറെ കാര്യങ്ങൾ എഴുതി വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഫോൺ ഇപ്പം ഡിജിറ്റൽ ആയാലും ഫോണിലാണെങ്കിൽ വാലറ്റ് കുറെ ആപ്പും കാര്യമൊക്കെ യൂസ് ചെയ്താൽ നമുക്കൊരു കൺട്രോൾ കിട്ടും മൊത്തത്തിൽ. അഭിനവൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ബഡ്ജറ്റിങ്ങിൻ്റെ നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഭിനവ് ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലേ? സ്വിംഗ് ട്രേഡിങ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് കമ്പാരിറ്റീവ്ലി മോശമാണ്. അതായത് ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രേഡിങ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നിലവിൽ? 50,000 റുപ്പീസ് എനഫ് അല്ലേ? അതായത് ഒരു എക്സ്ട്രാ ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? അപ്പം നമ്മുടെ സ്ട്രാറ്റജി ബേസിക്കലി പറയുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്തൊരു സാധനമാണ്. അതായത് ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിനുള്ള ആകെ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നതും ഒറ്റ കാര്യത്തിലാണ്. അതായത് നമുക്കറിയാം ട്രേഡിങ് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന്. ഒരു വർക്കിംഗ് പ്രൊഫഷൻ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. അതിന് നല്ലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. അതെന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഈവൻ വാട്ടെവർ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും അതിന് നല്ലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. അതെല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഇതായിരുന്നു നമ്മുടെ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളെ സ്ട്രാറ്റജി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തത്. നമ്മൾ ഇൻ ഹൗസ് ഉണ്ടാക്കിയെടുത്തൊരു സ്ട്രാറ്റജി ആണേനും. അപ്പോൾ അത് എത്രത്തോളം ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ആ ഒരു സ്ട്രാറ്റജി അഭിനവിനെ സംബന്ധിച്ചിടത്തോളം? സ്ട്രാറ്റജി ഭയങ്കര ഈസി ശരിക്കും പറഞ്ഞാൽ. ഞാൻ മുന്നേ യൂട്യൂബിൽ നോക്കി പഠിച്ചു തോന്നുന്നു. അവര് ഓരോരോ സ്ട്രാറ്റജി പറഞ്ഞു തരുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. കുറെ ഇൻഡിക്കേറ്റേഴ്സ് വരക്കുന്നു, കുറെ വരക്കുന്നു. അങ്ങനെ ശരിക്കും അതിലൊന്നും ആവശ്യമില്ല. കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടുന്ന് പറഞ്ഞ സ്ട്രാറ്റജി അനുസരിച്ച് അതൊക്കെ യൂസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഓക്കെയാണ്. നമുക്ക് ഇൻകം പ്രോഫിറ്റബിൾ ആവാൻ ഭയങ്കര ഈസിയാണ് ശരിക്കും. കറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സും കാര്യമൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ. ശരി. അവിടെ ഞാൻ വിശ്വസിക്കുന്നത് മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ഈവൻ ട്രേഡിങ്ങിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മണി മാനേജ്മെന്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിയിലേറെ ഉപരി എങ്ങനെ ആ ഒരു ക്യാപിറ്റലിനെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കണം. അപ്പോൾ ഈ പറയുന്ന മണി മാനേജ്മെന്റും നമ്മൾ ഇൻ ഹൗസ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ്. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ ഡിവിഷൻസും അതിൽ വരുന്ന കാര്യങ്ങളും അതും എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ? നല്ലോണം. ശരിക്കും ഫുൾ ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്തല്ല നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നത്. ഡിപ്ലോയ്ഡ് ക്യാപിറ്റലാക്കി മാറ്റി അത് യൂസ് ചെയ്തിട്ട് അതിന് ഒരു ഫുൾ നമ്മൾ പുഷ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഫുള്ള് പറയുന്നില്ല ശരിക്കും. അപ്പോൾ കറക്റ്റ് മാനേജ്മെന്റ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. സ്ട്രാറ്റജി അടിപൊളിയാണ്. ശരി. അപ്പോൾ സ്ട്രാറ്റജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിനവിനത് ഗുണം ചെയ്തു എന്ന് അല്ലേ? ശരി. പിന്നെ ഇപ്പോൾ നമ്മൾ ഇൻഡെപ്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ
ഫണ്ടമെൻ്റൽ അനാലിസിസ് അല്ലേ, ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് സ്വിംഗ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതായത് ഒരു കമ്പനീനെ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് കമ്പനിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു കമ്പനീനെ അഭിനവിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തനാണ്. അപ്പോൾ അത് ലൈക്ക് ഞാൻ വിശ്വസിക്കുന്നത് നാളെ ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ പല സ്റ്റോറികളും ഇൻസ്പിറേഷണൽ സ്റ്റോറികളും ഈവൻ നമ്മൾ സെഷൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ഓരോ സക്സസ്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നാളെ അഭിനവിൻ്റെ പേരും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തൊരു പേഴ്സൺ എന്നുള്ള നിലയിൽ 10-20 വർഷം കഴിയുമ്പോൾ അഭിനവ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും. മോർ ഓവർ ദാറ്റ് നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് അറിയോ? പഠിച്ചിട്ടുണ്ട്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം എന്ന് അറിയോ? അതും പഠിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തില്ല, LIC ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഫണ്ടമെൻ്റലി എടുക്കണമെന്നുള്ള കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവൻ ഓരോ വീക്കെൻഡ്സിലും സെഷൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഫാമിലി, നമ്മളെ അടുത്ത ബന്ധുക്കൾക്കും എല്ലാം നമുക്ക് നല്ലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാറുണ്ട് നല്ലതാണ് ചെയ്തത്. അങ്ങനെ ഒരാൾക്ക് വർക്ക്യാപ്പിനെ റെഫർ ചെയ്യും? തീർച്ചയായും. എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ആഗ്രഹമുണ്ട്, ഇത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവർ പറയുന്നത് നിനക്ക് ഫണ്ട് തരാൻ നീ ചെയ്തോ, എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഇത്ര തന്നാൽ മതി. അത് നടക്കില്ല. നമുക്ക് വേറെ ആളുടെ ഒരു മണി വെച്ച് നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്വന്തം മണിയെ നമുക്ക് റിസ്ക് എടുക്കാം, കാര്യങ്ങൾ എടുക്കാം. പക്ഷെ വേറെ ആളുടെ മണി വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നീ പഠിച്ചിട്ട് ചെയ്യും. ആ സമയത്ത് വർക്കാപ്പ് എന്താ റെഫർ ചെയ്യും. സാറ്റിസ്ഫൈഡ് ആണ്. എത്രത്തോളം? 110. ശരി. എന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്, എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ശരിക്ക് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ശരിക്ക് തുടങ്ങേണ്ട ഒരു ഹാബിറ്റാണിത്. ഹാബിറ്റ് എന്ന് തന്നെ പറയണം. ഡെയിലി നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സ് അല്ല, എന്ത് ചെയ്യുന്നതാണെങ്കിലും നമ്മളൊരു സെറ്റാക്കി ഒരു ഐഡിയ വേണം എല്ലാത്തിനെ കുറിച്ചും. എല്ലാം കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് ഫൈനാൻസ്. പറഞ്ഞ് പെർഫെക്റ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിപ്പോ നമ്മളൊരു ശീലം വളർത്തിയെടുക്കുക. ഇപ്പം കുട്ടികളിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുക. സ്ഥിരം നമ്മൾ തന്നെ ചെയ്യുന്നതാണെങ്കിൽ ഒരു ഹാബിറ്റാക്കി വളർത്തിയെടുക്കുക. മെയിനായിട്ട് ലൈഫ് ലോങ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി. അഭിനവ് ഫിസിക്സ് ആണ് ഗ്രാജുവേറ്റ് ചെയ്തത് അല്ലേ? അപ്പോൾ ഫിസിക്സിൽ നിന്ന് ഇവിടേക്ക് പെർക്യാപ്പിലേക്ക് വരാനുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഒന്നും രണ്ട് മീൻസ് ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫൈനാൻസ് ആണ്, ഫിസിക്സ് ഒരു സയൻസ്. ഞാൻ ബേസിക്കലി ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ഈ സയൻസ് സ്റ്റുഡൻസിന് ഫൈനാൻസ് എന്ന് കേൾക്കുന്നത് തന്നെ വലിയ സുഖമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ജേർണി എന്ന്? ശരി, ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം കുറെ ആൾക്കാരൊക്കെ PG രീതിക്ക് അങ്ങനെ പോയി, കുറെ പഠിക്കുന്ന രീതിയിൽ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി വേഗം ഒന്ന് സ്റ്റേബിൾ ആവണം, ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ജോലി എന്തായാലും അത്യാവശ്യമാണ്. ആ സമയത്താണ് ഞാൻ ബാങ്കിന്റെ കോച്ചിങ്ങിലേക്കൊക്കെ വന്നത്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്, എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവർ വീട്ടിൽ നിന്നൊക്കെ പൈസ അയച്ച് തരുമെങ്കിലും ഫുള്ള് ഒരു മനസ്സിനൊരു ഫുള്ള് വീട്ടിൽ നിന്ന് ചിലവ് വരുമ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു ഇൻകം നമുക്ക് പാസീവായിട്ട് ചെയ്യാൻ പറ്റണം. വേറെ വർക്ക് ചെയ്യാനൊന്നും എന്തായാലും പറ്റില്ല. പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഈ ട്രേഡിങ് രീതി അതൊക്കെ വന്നത്. അപ്പോഴാണ് വർക്കപ്പിലേക്ക് അവസാനം എത്തിപ്പെട്ടത്. ട്രേഡിങ് എന്ന് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ട്രേഡിങ് മാത്രമല്ല, പല കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി തോന്നുന്നത്. കുറെ കാര്യങ്ങൾ പഠിച്ചു. ശരിക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റ് ട്രേഡിങ് പഠിച്ചു. ചിലപ്പോൾ എനിക്കത് ഓക്കെ ആവാം, ചിലപ്പോൾ ആദ്യമേ അത്രയും ഫീസ് കൊടുത്ത് പഠിച്ച് എനിക്ക് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ്, അത്രയും പൈസ വലിയ നഷ്ടം വരും. ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ശരിക്കും ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഭയങ്കര ഗുണമായിട്ട് തോന്നി. അത് മാത്രം ട്രേഡിങ് മാത്രമല്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു.
പേഴ്സണലി നമ്മളെങ്ങനെ ഒരു ഇമ്പ്രൂവ് ചെയ്യണമെന്ന രീതിയിൽ തന്നെ കുറേ കാലം പഠിച്ചു.